പക്ഷെ ദൗർഭാഗ്യകരമായൊരു കാര്യം ഉണ്ടായത്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വാക്കൗട്ട് പ്രസംഗം നടത്തുമ്പോൾ തുടർച്ചയായി ബഹുമാന്യനായ സ്പീക്കർ അത് തടസ്സപ്പെടുത്തുകയാണ്. ഞാൻ ഏറ്റവും കുറവ് വാക്കൗട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവാണ്. ഇവിടെ 30 മിനിറ്റും 35 മിനിറ്റും എല്ലാം വാക്കൗട്ട് പ്രസംഗം നടത്തിയ ശ്രീ VS അച്യുതാനന്ദനെ പോലുള്ള പ്രതിപക്ഷ നേതാക്കളുണ്ട്. ഞാൻ ഏറ്റവും കുറവ് പറയുന്ന ആളാണ്. 9ാമത്തെ മിനിറ്റിൽ ഒരു കാലത്തും ഈ കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിൽ ഒരു സ്പീക്കറും ഒരു പ്രതിപക്ഷ നേതാവിനോടും ചെയ്യാത്ത ഇടപെടലാണ്. സത്യത്തിൽ സ്പീക്കർ ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാൻ, സർക്കാരിനെ സന്തോഷിപ്പിക്കാനും, എൻ്റെ പ്രസംഗം മനഃപൂർവ്വം തടസ്സപ്പെടുത്താനും അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താനും, ഞാനത് ഫിനിഷ് ചെയ്യുമ്പോൾ അത് സർക്കാരിന് ദോഷമുണ്ടാകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ടാണ്. ഈ ബാക്ക് ബെഞ്ചിൽ നിന്ന് അംഗങ്ങൾ ബഹളമുണ്ടാക്കുന്ന ലാഘവത്വത്തോടുകൂടി നിരവധി പ്രാവശ്യം, ഇന്നലെ 5 പ്രാവശ്യം സ്പീക്കർ ഇടപെട്ടു. 5 പ്രാവശ്യം 8 മിനിറ്റ് 9 മിനിറ്റ് ആകുമ്പോൾ ഇടപെടുകയാണ്. അപ്പോൾ അതിൽ കൂടി പ്രതിഷേധിച്ചുകൊണ്ടും ഈ വിഷയം ഗൗരവത്തോടുകൂടി മുഴുവൻ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ മറ്റു പ്രതിപക്ഷ നേതാക്കൾക്ക് കൂടി അവസരം കിട്ടാത്തൊരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഞങ്ങൾ സർക്കാരിൻ്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചും സ്പീക്കറുടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുമാണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ ഇന്ന് സ്തംഭിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പ്രത്യേകമായി ഇതിൻ്റെ ഭാഗമായി തുടർച്ചയായി ആന ചവിട്ടിക്കൊല്ലുകയാണ് ആളുകളെ. സർക്കാർ ഇപ്പോഴും നിസ്സംഗരായിരിക്കുകയാണ്. ഒന്നും ചെയ്യാനില്ലാത്ത മട്ട് സർക്കാർ ഇരിക്കുകയാണ്. 5 പേരെയാണ് ഈ ആഴ്ച ആന ചവിട്ടിക്കൊന്നത്. ചൂട് കൂടുകയാണ്. വീണ്ടും ആന പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ വനാതിർത്തികളിൽ മാത്രമല്ല, അല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളെ പോലും വിധിക്ക് വിട്ടുകൊടുക്കാനുള്ള തീരുമാനമാണ് ഗവൺമെന്റിന്റെ. ഫോറസ്റ്റ് വകുപ്പിന്റെ വനം മന്ത്രിയുടെയും ചില പ്രസ്താവനകൾ ശരിയല്ല. ഇത് വനാതിർത്തിക്ക് അകത്ത്, വനാതിർത്തിക്ക് പുറത്താണ് നടന്നിരിക്കുന്നത്. വനാതിർത്തിക്ക് അകത്തും വനാവകാശ നിയമം അനുസരിച്ചും അവിടെ ജീവിക്കാൻ ആദിവാസികൾക്ക് അവകാശമുണ്ട്. അപ്പൊ വനത്തിലേക്ക് അതിക്രമിച്ച് കടന്നവരെ അല്ല ഈ മരിച്ചവരെ അധിക്ഷേപിക്കുന്ന കൂടിയാണ് ബഹുമാനപ്പെട്ട വനം മന്ത്രിയും. മദ്യപിച്ച് പോയി എന്നൊക്കെയാണ് പറയുന്നത്. മദ്യപിച്ച് പോയവരൊക്കെ ആന ചവിട്ടിക്കൊല്ലോ, മദ്യപിച്ച് പോയവരൊക്കെ ആന ചവിട്ടിക്കൊല്ലോ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയാണ്. ഒന്നും സർക്കാർ ചെയ്യുന്നില്ല. അവരെ വലിയ പ്രയാസത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ അവിടെ പത്തനംതിട്ടയിൽ ഒരു കാപ്പ കേസിൽ ഒരു പ്രതിയെ നാടുകടത്തി. പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടറി മഹാത്മാഗാന്ധിയായിട്ടാണ് ആ കാപ്പ പ്രതിയെ താരതമ്യം ചെയ്തിരിക്കുന്നത്. മഹാത്മാഗാന്ധി ജയിലിൽ പോയ പോലെയാണ് ഇയാൾ ജയിലിൽ പോയതെന്നാണ്. വലിയ ഗുരുതരമായ ക്രിമിനൽ കേസിലെ പ്രതിയെ മന്ത്രി മാലയിട്ട് സ്വീകരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതാണ്. അയാളാണ് നാടുകടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഈ കാപ്പ കേസിലെ പ്രതിയെ ബഹുമാന്യനായ മഹാത്മാഗാന്ധിയുമായി താരതമ്യം ചെയ്തത് പിൻവലിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായി ഗാന്ധിയെ അപമാനിച്ചതിന് കേസെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ വിഷയത്തിൽ ഇന്ന് ശ്രീ അനിൽകുമാർ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും പ്രതിപക്ഷ നേതാവ് വിഷയം അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള തുക വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം തന്നെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. നിരന്തരമായി സ്പീക്കർ താൻ സംസാരിക്കുമ്പോൾ ഇടപെടുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിലും പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്.